അമ്മ കൊല ചെയ്യപ്പെടുമ്പോൾ 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകൻ 22 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ മർഡർ കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? എന്നാൽ അങ്ങനെയൊരു കേസാണിത്. 1993 ജനുവരി 7 ഫ്ലോറിഡയിലെ ജാക്സൺവില്ലിൽ അന്നൊരു തണുത്ത സായാഹ്നമായിരുന്നു. തിളങ്ങുന്ന തവിട്ട് നിറമുള്ള കണ്ണുകളും സൗമ്യമായ പുഞ്ചിരിയുമുള്ള 23 വയസ്സുള്ള ഒരു യുവതി. ബോണി ഹെയ്ം എന്നാണ് അവളുടെ പേര്. മൈക്കിൾ ഹെയ്മിന്റെ ഭാര്യയും 3 വയസ്സുള്ള മകൻ ആരോണിന്റെ അമ്മയുമായിരുന്നു ബോണി. അന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ബോണി ഹെയ്ം രാത്രി വളരെ വൈകിയും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അടുത്ത ദിവസം, അതായത് ജനുവരി 8 രാവിലെ ഭർത്താവ് മൈക്കിൾ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി നൽകി. തന്നോട് വഴക്കിട്ട് ജനുവരി 7 ബോണി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണെന്നും പിന്നീട് തിരിച്ചെത്തിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത്. പുറമെ നിന്നും നോക്കുന്നവർക്ക് ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുന്ന ഒരു അമ്മയും ഭാര്യയുമായിരുന്നു ബോണി. പക്ഷേ അവളുടെ തിരോധാനം വളരെ കാലമായി ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളുടെയും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുടെയും ഒരു ലോകത്തേക്കുള്ള വാതിൽ തുറന്നു. ബോണി ഹെയ്ം ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് 1993 പക്ഷേ അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തിയത് 2015, അതായത് 22 വർഷങ്ങൾക്ക് ശേഷം. അത് കണ്ടെത്തിയതാകട്ടെ ബോണി മിസ്സിംഗ് ആവുമ്പോൾ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ആരോണും. എന്താണ് ബോണി ഹെയ്മിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളുടെ തിരോധാനത്തിന് പുറകിൽ ആരാണ്? 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആരോൺ 22 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അമ്മയുടെ കേസ് തെളിയിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. മൈക്കിൾ ഹെയ്മിന്റെ പരാതിയെ തുടർന്ന് ജാക്സൺവിൽ പോലീസ് ബോണി ഹെയ്മിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. അവൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത്. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങിപ്പോയ ബോണി പുറത്തെവിടെയെങ്കിലും താമസിച്ച് അടുത്ത ദിവസം ജോലിക്ക് പോയിട്ടുണ്ടോ എന്നറിയാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ ബോണി ജോലിക്കെത്താത്തതിനെ തുടർന്ന് അവളുടെ സഹപ്രവർത്തകരും ആശങ്കയിലായിരുന്നു. മുൻകൂട്ടി പറയാതെ അവധിയെടുക്കുന്ന ശീലം ബോണിക്കില്ലായിരുന്നു. അവളുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ പെരുമാറ്റമാണ് അവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചത്. അവളുടെ സഹപ്രവർത്തകരുടെ മൊഴിയെടുത്തതിൽ നിന്നും കാര്യമായ ഇൻഫർമേഷൻസ് ഒന്നും പോലീസിന് ലഭിച്ചില്ല. ബോണി ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങിപ്പോയപ്പോൾ അവളുടെ കാറുമെടുത്തിട്ടാണ് പോയത് എന്ന് മൈക്കിൾ പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ആ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജാക്സൺവിൽ എയർപോർട്ടിലെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും ആ കാറ് കണ്ടെത്തി. കാറിനകത്ത് ഒരു അതിക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാറ് കണ്ടെത്തിയിരിക്കുന്നത് എയർപോർട്ടിൽ നിന്നുമായതുകൊണ്ട് തന്നെ അവൾ ആരോടൊപ്പമെങ്കിലും നാട് വിട്ടുപോയതായിരിക്കുമെന്നുള്ള സംശയം ബലപ്പെട്ടു. കാരണം ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്നും അവൾ അവനോടൊപ്പം നാട് വിട്ടുപോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നും മൈക്കിൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ബോണിയുടെ പേഴ്സും അവളുടെ ചില പ്രധാനപ്പെട്ട രേഖകളും കാറിൽ നിന്നും കണ്ടെത്തിയത് അവൾ ഒളിച്ചോടി പോയിരിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളഞ്ഞു. ജനുവരി 7, 8 തീയതികളിൽ ആ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്തവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ ബോണി ഹെയ്ം എന്ന പേര് ഉണ്ടായിരുന്നില്ല. ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയങ്ങളും ബോണിയുടെ ഹസ്ബൻഡ് മൈക്കിളിന് മേലായി. അയാൾ തങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഭാര്യയുടെ തിരോധാനത്തിൽ അയാൾക്ക് പങ്കുണ്ട് എന്നും പോലീസ് ചിന്തിച്ചു. അവർ മൈക്കിളിനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കി. ഭാര്യയുടെ തിരോധാനം മൈക്കിളിൽ വലിയ ഭയമൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതായി പോലീസുകാർക്ക് തോന്നിയിരുന്നില്ല. എന്നിരുന്നാലും അവളെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്ന് തോന്നിപ്പിക്കാനായി അയാൾ നൽകിയ മൊഴി ഇങ്ങനെയാണ്: ബോണി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ അമ്മ കരോളിൻ ഹെയ്മിനെ വിളിച്ച് മകനെ നോക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ഞാൻ ബോണിയെ അന്വേഷിച്ചിറങ്ങി. 45 മിനിറ്റിലധികം നേരം തിരച്ചിൽ നടത്തിയിട്ടും അവളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നും അടുത്ത ദിവസമായിട്ടും അവളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതായതോടെയാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയത് എന്നുമാണ് മൈക്കിളിന്റെ മൊഴിയിൽ പറയുന്നത്. ഇതെല്ലാം പറയുമ്പോൾ മുഖത്ത് വിഷമം വരുത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള അയാളുടെ വിചിത്രമായ പെരുമാറ്റം പോലീസുകാരുടെ ശ്രദ്ധയാകർഷിച്ചു. ഇതോടെ ബോണിയുടെയും മൈക്കിളിന്റെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി. അവരുടെ വിവാഹം നടന്നിട്ട് 5 വർഷം കഴിഞ്ഞിരുന്നു. ഏക മകൻ ആരോണിന് 3 വയസ്സാണ് പ്രായം.
കഴിഞ്ഞ കുറച്ചു കാലമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായും തന്റെ ഭർത്താവിന്റെ പെരുമാറ്റം പലപ്പോഴും വിചിത്രമായിരുന്നു എന്നുമുള്ള ആശങ്കകൾ ബോണി അവളുടെ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. ഭർത്താവ് പലപ്പോഴും സംശയരോഗിയായും അക്രമാസക്തനായും പെരുമാറുന്നു എന്നതായിരുന്നു ബോണിയുടെ പ്രധാന ആശങ്ക. താൻ മൈക്കിളിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നും തങ്ങളുടെ ദാമ്പത്യ ജീവിതം അസഹനീയമായി മാറിയെന്നും അവൾ തന്റെ പാരന്റ്സിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സിനെ കുറിച്ച് ബോണി നിയമോപദേശം തേടിയിരുന്നുവെങ്കിലും മകന്റെ ജീവിതം സങ്കീർണമാക്കാൻ ആഗ്രഹിക്കാതെ അന്തിമ തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്താണ് അവളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് എന്നും അവളുടെ പാരന്റ്സ് വെളിപ്പെടുത്തി. ഇതോടെ മൈക്കിൾ ഹെയ്മിനെതിരായ സംശയം ബലപ്പെട്ടു. അവരുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും അതിക്രമം നടന്നിട്ടുണ്ടാവുമെന്നും അയാൾ ബോണിയുടെ ജീവൻ അപായപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നും പോലീസ് ചിന്തിച്ചു. അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി അവരുടെ മകൻ ആരോണായിരിക്കും. എന്നാൽ 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു കുഞ്ഞിന് ഈ കേസിൽ സാക്ഷിയാവാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. പക്ഷേ പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ട് ആരോൺ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകളിൽ അവ്യക്തതയുണ്ടായിരുന്നുവെങ്കിലും അവൻ കൂടുതൽ സംസാരിക്കുന്തോറും ചിത്രം കൂടുതൽ വ്യക്തവും ഭയാനകവുമായി മാറി. ആ രാത്രിയിൽ താൻ അമ്മയെ കണ്ടിരുന്നു എന്നും അച്ഛൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നത് കേട്ടിരുന്നു എന്നും ആരോൺ പറഞ്ഞു. ബോണി ഈവനിങ്ങോടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള മൈക്കിളിന്റെ മൊഴിക്ക് വിരുദ്ധമായിരുന്നു അമ്മയെ രാത്രി കണ്ടു എന്നുള്ള ആരോണിന്റെ മൊഴി. കൂടാതെ ആരോൺ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തി. അമ്മ വീടിനടുത്തുള്ള തടാകത്തിലുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതായത് മൈക്കിൾ ബോണിയെ കൊലപ്പെടുത്തി തടാകത്തിൽ കെട്ടിത്താഴ്ത്തുന്നത് ആരോൺ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചു. ഇതോടെ അവരുടെ വീടിനോട് ചേർന്നുള്ള തടാകത്തിൽ തിരച്ചിൽ നടത്താൻ അവർ തീരുമാനിച്ചു. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിട്ടും ആ തടാകത്തിൽ നിന്നും മൃതദേഹമോ മറ്റു തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മൊഴി വിശ്വാസത്തിലെടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അബദ്ധമായി തോന്നി. ഈ സംഭവത്തിന് ശേഷം ആരോണിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു കുട്ടിയുടെ തോന്നലുകൾ മാത്രമായി എഴുതിത്തള്ളാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ആ കുട്ടിയുടെ ഈ തോന്നലുകളാണ് വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് തെളിയിക്കപ്പെടാൻ കാരണമാവാൻ പോകുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അപ്പോഴറിയില്ലായിരുന്നു. നിരവധി സംശയങ്ങളുണ്ടായിരുന്നിട്ടും കേസിലെ ഏക സസ്പെക്റ്റായ മൈക്കിളിനെതിരെ കുറ്റം ചുമത്താൻ ഒരു തെളിവും ലഭിച്ചില്ല. ബോണി മരണപ്പെട്ടു എന്നുറപ്പിക്കണമെങ്കിൽ മൃതദേഹം കണ്ടെത്തണം. അതില്ലാതെ കുറ്റകൃത്യം തെളിയിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ജാക്സൺവിൽ പോലീസ് എത്ര തന്നെ അന്വേഷിച്ചിട്ടും ബോണിയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ലഭിച്ചില്ല. ഒരു ഘട്ടത്തിൽ അന്വേഷണം സ്തംഭിച്ചെങ്കിലും ബോണിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവളെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം മാസങ്ങൾ നീണ്ടുപോയി. ബോണിയുടെ അയൽക്കാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരുടെയെല്ലാം മൊഴിയെടുത്തെങ്കിലും ബോണിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. ഇതേ സമയം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയും കഴിയുന്നത്ര രഹസ്യ സ്വഭാവം നിലനിർത്തിയും മൈക്കിൾ തന്റെ ജീവിതം തുടർന്നു. ഭാര്യയുടെ തിരോധാനത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറയുമ്പോഴും മൈക്കിൾ ഹെയ്ം സംശയത്തിന്റെ നിഴലിൽ തുടർന്നു. ഈ പശ്ചാത്തലത്തിൽ അവരുടെ മകൻ ആരോൺ പിതാവിന്റെ സംരക്ഷണത്തിൽ വളരുന്നത് ബോണിയുടെ പാരന്റ്സിൽ ആശങ്കയുണ്ടാക്കി. തെളിവുകളുടെ അഭാവത്തിൽ പോലും പോലീസ് അന്വേഷണം തുടർന്നു. ബോണിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ വർഷങ്ങൾ കടന്നുപോകുന്തോറും ഇതൊരു കോൾഡ് കേസായി മാറി. കുട്ടിയായിരുന്ന ആരോൺ അമ്മയ്ക്ക് സംഭവിച്ച അത്യാഹിതത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ പ്രായമാകുന്തോറും അമ്മയെ കാണാതായ രാത്രിയെക്കുറിച്ച് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആരോണിന്റെ മനസ്സിൽ അവശേഷിച്ച അമ്മയെക്കുറിച്ചുള്ള ക്ഷണികമായ ഓർമ്മകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അച്ഛന്റെ ഉച്ചത്തിലുള്ള ശബ്ദം, നിലവിളികൾ, അമ്മയുടെ പേടിച്ചരണ്ട മുഖം, ഇതെല്ലാം അവന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ ആരോണിന് പ്രായമായിരുന്നില്ല. എന്നാൽ വലുതാവും തോറും അവന് കാര്യങ്ങളിൽ വ്യക്തത വന്നു. ആരോൺ അച്ഛനെ കുഴപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അമ്മ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് മകനെ ബോധ്യപ്പെടുത്താൻ മൈക്കിൾ പരമാവധി ശ്രമിച്ചു. അത് ആരോൺ വിശ്വസിക്കാതെ വന്നപ്പോൾ കഴിയുന്നതും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അയാൾ ഒഴിവാക്കി. അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണെന്നും അയാൾ തന്റെ അമ്മയുടെ ജീവൻ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നും ആരോണിന് ഉറപ്പായിരുന്നു. അച്ഛനെ വെറുക്കാൻ തുടങ്ങിയ ആരോൺ ബോണിയുടെ സഹോദരിയായ ലിസിയോടൊപ്പം താമസം മാറി.
പിന്നീട് ജാക്സൺവില്ലിൽ തന്നെയുള്ള ഫ്രേസർ കുടുംബം അവനെ ദത്തെടുത്തു. ഉറങ്ങാൻ പോകുമ്പോഴെല്ലാം ആരോൺ വിചിത്രമായി പെരുമാറുമെന്നും ആരെങ്കിലും തന്നെ മുറിയിൽ കയറി ഉപദ്രവിക്കുമെന്നുള്ള പേടിയിൽ കട്ടിലിനടിയിൽ ഒരു ഇഷ്ടിക ഒളിപ്പിച്ചു വെക്കുന്ന ശീലം അവനുണ്ടായിരുന്നുവെന്നും വിഷാദവും ഭയവും അവനെ വേട്ടയാടിയിരുന്നു എന്നും ഫ്രേസർ കുടുംബം പറയുന്നു. 6 വയസ്സുള്ളപ്പോൾ മുതൽ തന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ ആരോണിനുണ്ടായിരുന്നു. വളർത്തച്ഛനോടും അമ്മയോടും തന്റെ കാണാതായ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ അവൻ സ്ഥിരമായി പറയുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആരോൺ ടീനേജിലേക്ക് കടന്നു. തന്റെ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അവൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മയുടെ തിരോധാനം അവന്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുറിവുണങ്ങണമെങ്കിൽ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഉത്തരങ്ങൾ തേടി ആരോൺ സ്വന്തമായി ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അമ്മയെ കാണാതായ രാത്രിയിലെ ചില സംഭവങ്ങൾ, വീട്ടിലുണ്ടായ നിലവിളികൾ, അച്ഛന്റെ വിചിത്രമായ പെരുമാറ്റം, ഇതെല്ലാം അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു 3 വയസ്സുകാരന്റെ ഓർമ്മയ്ക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള വഴികൾ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള സാധ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനാണ് ആരോൺ ആദ്യം ശ്രമിച്ചത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നും അമ്മയെ കണ്ടെത്താൻ എന്തു ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ അവൻ പഴയ പത്രലേഖനങ്ങളും പോലീസ് റിപ്പോർട്ടുകളും പരിശോധിച്ചു. ബോണി ഹെയ്മിന്റെ തിരോധാനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച എല്ലാ മെറ്റീരിയലുകളും ആരോൺ പഠിച്ചപ്പോൾ കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്തംഭിച്ചതായി അവന് മനസ്സിലായി. ആരോൺ തന്റെ അമ്മയെയും അവരുടെ ചുറ്റുപാടുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ തിരയാൻ തുടങ്ങി. ബോണിയുടെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും അവൻ സംസാരിച്ചു. ഇതിൽ നിന്നും ബോണി മൈക്കിളിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അവരെ കാണാതായത് എന്ന് ആരോണിന് മനസ്സിലായി. ഇതോടെ ആരോൺ തന്റെ യഥാർത്ഥ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന അവരുടെ പഴയ വീട് വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ വീട്ടിൽ നിന്നും തനിക്ക് ലഭിക്കേണ്ട ഉത്തരങ്ങൾ കണ്ടെത്താനാകുമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. അതിനുവേണ്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ചുമതലപ്പെടുത്തി. അവർ ആ വീടിന്റെ ബാക്ക് യാർഡ് മുതൽ ബേസ്മെന്റ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചെങ്കിലും കാര്യമായ എവിഡൻസുകളൊന്നും ലഭിച്ചില്ല. ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബോണിയുടെ ഡയറി. ആ ഡയറിയിൽ തന്റെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളെക്കുറിച്ചും ബോണി തുറന്നെഴുതിയിരുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ, പ്രധാനമായും ഭർത്താവിനോടുള്ള ഭയത്തെക്കുറിച്ച് ബോണി പലതവണ പരാമർശിച്ചിട്ടുണ്ട്. കുടുംബകലഹങ്ങളുമായി ബന്ധപ്പെട്ട തന്റെ വികാരങ്ങളും അനുഭവങ്ങളും അവർ തുറന്നെഴുതിയിരുന്നു. ഈ കുറിപ്പുകൾ അമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനും അമ്മ എന്തുകൊണ്ടാണ് അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് തിരിച്ചറിയാനും ആരോണിനെ സഹായിച്ചു. അമ്മയുടെ തിരോധാന കേസ് സ്വന്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ച ആരോണിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അന്വേഷണ ഏജൻസികളുടെ സഹായമില്ലാതെ തനിക്ക് ഈ കേസിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. ഇതോടെ ബോണിയുടെ തിരോധാന കേസിന്റെ ചുമതലയുള്ള നിലവിലെ ഡിറ്റക്റ്റീവുകളെ കാണാൻ ആരോൺ തീരുമാനിച്ചു. സ്വന്തം അന്വേഷണത്തിനിടെ ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങളും സംശയങ്ങളുമായാണ് അവൻ അവരുടെ അടുത്തെത്തിയത്. ഈ കേസിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അവൻ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ റോബർട്ടുമായി ഷെയർ ചെയ്തു. ബോണിയുടെ ഡയറി കണ്ടെത്തിയതിനെക്കുറിച്ചും സഹപ്രവർത്തകരുമായും അയൽക്കാരുമായും നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചും സ്വന്തം അനുമാനങ്ങളെക്കുറിച്ചും അവൻ പരാമർശിച്ചു. ജാക്സൺവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനായിരുന്നു റോബർട്ട്. അദ്ദേഹം തുടക്കത്തിൽ ആരോണിനെ ഒരു സംശയത്തോടെയാണ് കണ്ടതെങ്കിലും പിന്നീട് അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് റോബർട്ടിന് മനസ്സിലായി. പോലീസ് രേഖകളിലെ പൊരുത്തക്കേടുകൾ, പഴയ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കാതെ വിട്ടുപോയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരോൺ തുറന്നു പറഞ്ഞു. ഇതോടെ കേസ് ഏറെക്കുറെ സ്തംഭിച്ചിരിക്കുകയാണെന്നും പുതിയ തെളിവുകൾ വല്ലതും ലഭിക്കുകയാണെങ്കിൽ കേസ് അന്വേഷണം റീഓപ്പൺ ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും റോബർട്ട് ആരോണിനോട് പറഞ്ഞു. റോബർട്ടുമായുള്ള അടുപ്പം പ്രയോജനപ്പെടുത്തിയ ആരോൺ പോലീസ് തയ്യാറാക്കിയ കേസ് ഫയൽ മുഴുവനായും കാണണമെന്നുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചു. പോലീസ് റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ഇതുവരെയുള്ള അന്വേഷണങ്ങളുടെ ഫലങ്ങൾ എന്നിവ പരിശോധിച്ച് എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്നും ഇതിനകം ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുക. ഇതായിരുന്നു ആരോണിന്റെ ഉദ്ദേശം. ഇങ്ങനെ പരിശോധിച്ച പോലീസ് റിപ്പോർട്ടുകളിൽ പൊരുത്തക്കേടുകളും പിഴവുകളും ഉണ്ടെന്ന് ആരോൺ ശ്രദ്ധിച്ചു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവഗണിക്കപ്പെടുകയോ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു.
ഇതേ തുടർന്ന് ആരോൺ കൂടുതൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് വന്നതോടെ ആരോണിന്റെ ഈ ഇടപെടൽ പോലീസുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി. പ്രത്യേകിച്ച് ദീർഘകാലമായി ഈ കേസിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ആരോണിനുമേൽ സംശയമുണ്ടായിരുന്നു. ആരോൺ ഹാജരാക്കിയ പുതിയ തെളിവുകൾ തെറ്റായിരിക്കാമെന്നും അവൻ നിലവിലെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണ് എന്നും ചില ഡിറ്റക്റ്റീവ്സ് ആശങ്ക പ്രകടിപ്പിച്ചു. ഇതോടെ ആരോണിനെ കേസ് ഫയലുകൾ പരിശോധിക്കുന്നതിൽ നിന്നും വിലക്കി. ഈ തടസ്സങ്ങൾ ആരോണിനെ നിരാശനാക്കി, പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ട ഒത്തിരി തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ. തുടർന്നുള്ള അന്വേഷണത്തിൽ ആരോൺ വ്യക്തിപരമായ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. അച്ഛൻ മൈക്കിളിനെ കൂടാതെ മറ്റു ചില കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായ എതിർപ്പായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. ഈ കേസിൽ കുടുംബം രണ്ട് തട്ടിലായിരുന്നു. ചിലർ മൈക്കിൾ നിരപരാധിയാണെന്ന് വിശ്വസിച്ചപ്പോൾ മറ്റു ചിലർ ബോണിയുടെ തിരോധാനത്തിൽ മൈക്കിളിന് പങ്കുണ്ടെന്ന് ചിന്തിച്ചു. ആരോൺ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ മൈക്കിൾ അവനോട് ശത്രുത കാണിക്കാൻ തുടങ്ങി. പക്ഷേ എന്ത് തടസ്സങ്ങൾ നേരിട്ടാലും ഈ കേസ് തെളിയിക്കുമെന്നുള്ള ദൃഢനിശ്ചയമെടുത്തിരുന്ന ആരോൺ കേസ് പരിഹരിക്കാനുള്ള പുതിയ വഴികൾ തേടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നും ഫലം കാണാതെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. വർഷം 2013. ബോണി ഹെയ്മിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുമ്പോൾ 3 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആരോണിന് 23 വയസ്സായി. അതായത് 20 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആരോൺ ഒരു മുതിർന്ന വ്യക്തിയായി. വേദനാജനകമായ തന്റെ ഭൂതകാലവുമായി പൊരുത്തപ്പെടാൻ അവൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ഗ്രാൻഡ് പാരന്റ്സിന്റെ മരണത്തെ തുടർന്ന് ആരോണിന് അദ്ദേഹത്തിന്റെ കുടുംബ വീട് അവകാശമായി ലഭിക്കുന്നത്. അതായത് ആരോൺ ചെറുപ്പത്തിൽ തന്റെ അച്ഛനും അമ്മയുമോടൊപ്പം താമസിച്ച, അമ്മയെ കാണാതാവുമ്പോൾ അവർ താമസിച്ചിരുന്ന അതേ വീട്. മൈക്കിൾ ഹെയ്മിന്റെ പാരന്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആ വീട് അവർ അവകാശമായി എഴുതി വെച്ചത് ആരോണിന്റെ പേരിലായിരുന്നു. ഇത്രയും കാലം ആ വീട് മൈക്കിൾ റെന്റിന് വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വാടകക്കാരിയെല്ലാം ഒഴിപ്പിച്ചതിനു ശേഷം തന്റെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്നിരുന്ന ആ വീട്ടിലേക്ക് ആരോൺ താമസം മാറ്റി. 2 വർഷത്തിനു ശേഷം 2015 അവൻ ആ വീട് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ആ ഒരു തീരുമാനം തന്റെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്ന് ആരോണിന് അറിയില്ലായിരുന്നു. വീട് പുതുക്കി പണിയുന്നതിനോടൊപ്പം ബാക്ക് യാർഡിൽ ഒരു ചെറിയ കുളം നിർമ്മിക്കാനും ലാൻഡ്സ്കേപ്പിംഗിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചതാണ് നിർണായകമായത്. കുളം നിർമ്മിക്കുന്നതിനായി ബാക്ക് യാർഡിൽ കുഴിയെടുത്തുകൊണ്ടിരുന്ന ജോലിക്കാർ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു. ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിലുള്ള അസ്ഥികൂടം. അത് കണ്ടപ്പോൾ തന്നെ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാണാതായ തന്റെ അമ്മയുടെ അസ്ഥികൂടമാണ് അത് എന്ന് ആരോണിന് മനസ്സിലായി. ഇത് അവന്റെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കിയെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ വേദനിപ്പിച്ചിരുന്ന ചോദ്യത്തിന് വളരെ കാലമായി കാത്തിരുന്ന ഉത്തരം കൂടിയായിരുന്നു ആ കണ്ടെത്തൽ. പുതിയ തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആരോൺ ഉടൻ തന്നെ ജാക്സൺവിൽ പോലീസിന് വിവരമറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ആ സ്കെലിറ്റൽ റിമെയിൻസ് ബോണിയുടേതാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി DNA പരിശോധനകൾക്ക് അയക്കുകയും ചെയ്തു. കേസന്വേഷണം വീണ്ടും സജീവമായി. DNA റിസൾട്ട് പുറത്തു വന്നപ്പോൾ ആ അവശിഷ്ടങ്ങൾ ബോണി ഹെയ്മിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതുപോലെ തലയ്ക്ക് വെടിയേറ്റാണ് അവൾ മരിച്ചിരിക്കുന്നത് എന്നും പരിശോധനകളിൽ വ്യക്തമായി. വെടിവെക്കാൻ ഉപയോഗിച്ച ഗണ്ണിൽ നിന്നും തെറിച്ചുപോയ ഷെൽ കേസിംഗ് ഉൾപ്പെടെ കുഴിച്ചെടുത്ത ആ പ്ലാസ്റ്റിക് ബാഗിൽ ഉണ്ടായിരുന്നു. ആ ഷെൽ കേസിംഗ് മൈക്കിളിന്റെ ഉടമസ്ഥതയിലുള്ള 22 കാലിബർ പിസ്റ്റളുമായി മാച്ചായി. ഇതോടെ കേസിലെ ഏക സസ്പെക്റ്റായ മൈക്കിൾ ഹെയ്മിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അധികം താമസിയാതെ മൈക്കിൾ ഹെയ്ം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടുതൽ അന്വേഷണത്തിൽ മൈക്കിൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഇൻഷുറൻസ് പോളിസി തുക ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായി. പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് മൈക്കിൾ ഹെയ്ം കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ലെങ്കിലും നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളെക്കുറിച്ച് ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. 1993 ജനുവരി 7 രാത്രി ബോണി ഹെയ്മിനും മൈക്കിളിനുമിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. ബോണിക്ക് അവിഹിത ബന്ധമുണ്ടെന്നും അതിനുവേണ്ടിയാണ് അവൾ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് എന്നും മൈക്കിൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതേ ചൊല്ലിയാവണം അവർക്കിടയിൽ തർക്കമുണ്ടായത്. ആ വാക്ക് തർക്കം അക്രമത്തിലേക്ക് വഴിമാറുകയും മൈക്കിൾ ബോണിയെ ശാരീരികമായി ഉപദ്രവിക്കാനും തുടങ്ങുന്നു. ഈ ബഹളങ്ങളും അമ്മയുടെയും അച്ഛൻ്റെയും നിലവിളിയുമായിരിക്കണം തൊട്ടടുത്ത മുറിയിൽ കിടന്നിരുന്ന ആരോൺ അന്ന് കേട്ടത്. ഒരുപക്ഷെ
അവർക്കിടയിലെ വഴക്ക് അവൻ നേരിട്ട് കണ്ടിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാവണം ആ രംഗങ്ങൾ അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയത്. ഈ തർക്കങ്ങൾക്കിടയിൽ എപ്പോഴോ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട മൈക്കിൾ ബോണിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയും ഡെഡ് ബോഡി ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് ബാക്ക് യാർഡിൽ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ടാവും. ശേഷം ആ വീട്ടിൽ നിന്നും എല്ലാ തെളിവുകളും തുടച്ചു നീക്കിയ മൈക്കിൾ അടുത്ത ദിവസം ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി നൽകുകയായിരുന്നു. ഇതാണ് നടന്നിരിക്കാൻ സാധ്യത. പക്ഷേ ആരോണിന്റെ കണ്ടെത്തലുകൾ പോലെ ജാക്സൺവിൽ പോലീസ് കാര്യമായൊരു അന്വേഷണം നടത്താതിരുന്നതാണ് ഈ കേസ് തെളിയിക്കപ്പെടാൻ ഇത്രയും കാലതാമസമെടുത്തത്. ആ വീട് വിശദമായി പരിശോധിക്കാനോ ചോരപ്പാടുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ലൂമിനോൾ പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കാനോ പോലീസുകാർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കേസ് തെളിയിക്കപ്പെടുമായിരുന്നു. മൈക്കിൾ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും കേസിലെ വിചാരണ വീണ്ടും നീണ്ടുപോയി. ഒടുവിൽ 2019 വിചാരണ ആരംഭിച്ചത്. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ മൈക്കിൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ല എന്നും ആരോണിന്റെ ഓർമ്മകൾ കൃത്യതയില്ലാത്തതും വളച്ചൊടിച്ചതുമാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. അതായത് ബോണി ഹെയ്മിനെ ആ വീടിന്റെ ബാക്ക് യാർഡിൽ കുഴിച്ചിട്ടത് മൈക്കിളിന്റെ അറിവോടെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത്. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ബോണിയുടെ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ളതിനെക്കുറിച്ച് മൈക്കിളിന് ബോധ്യമുണ്ട് എന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള ഒരു ക്രൂഷ്യൽ എവിഡൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. മൈക്കിൾ ഹെയ്ം തയ്യാറാക്കിയ ഒരു റെന്റൽ എഗ്രിമെന്റ് ആയിരുന്നു ആ തെളിവ്. അതായത് 2000 മുതലാണ് ആ വീട് റെന്റിന് കൊടുക്കാൻ തുടങ്ങിയത്. അന്ന് മൈക്കിൾ തയ്യാറാക്കിയ റെന്റൽ എഗ്രിമെന്റിൽ വീടിന്റെ ബാക്ക് യാർഡിൽ കുഴിയെടുക്കാനോ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്താനോ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി എഴുതി ചേർത്തിരുന്നു. ഈ എഗ്രിമെന്റിന്റെ കോപ്പിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഇത് ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലത്തെക്കുറിച്ച് മൈക്കിളിന് അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവായി കോടതി വിലയിരുത്തി. വളരെ നാൾ നീണ്ടുനിന്ന വാദം കേൾക്കലിന് ശേഷം 2019 ജൂലൈയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ മൈക്കിൾ ഹെയ്ം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ശിക്ഷയായി വിധിച്ചത്. അന്വേഷണത്തിലും വിചാരണയിലും പ്രധാന വ്യക്തിയായി മാറിയ ആരോൺ ഫ്രേസർ നീതി നേടിയെടുക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. മൈക്കിൾ ഹെയ്മിന്റെ വിചാരണ പൂർത്തിയാക്കിയ ശേഷം ആരോൺ ഫ്രേസറിന്റെ മനസ്സ് ഏറെക്കുറെ ശാന്തമായി. നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ശേഷം ആരോൺ തന്റെ കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഭൂതകാലത്തിന്റെ നിരന്തരമായ ഭാരമില്ലാതെ ജീവിതം തുടരാനും തീരുമാനിച്ചു. അപ്പോഴും തന്റെ അമ്മയെയും വർഷങ്ങൾക്ക് മുൻപ് അവരനുഭവിച്ച വേദനയെയും താൻ എപ്പോഴും ഓർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിതാവിന്റെ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ലാതിരുന്ന ആരോൺ ഹെയ്ം എന്ന തന്റെ അവസാന പേര് ഫ്രേസർ എന്നാക്കി മാറ്റി. അമ്മയുടെ തിരോധാന കേസിൽ ആരോൺ ഫ്രേസറിന്റെ പ്രവർത്തനങ്ങൾ നിരവധി തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിറഞ്ഞതായിരുന്നു. പോലീസുമായി ഇടപഴകുന്നതിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, അച്ഛന്റെ കുടുംബവുമായുള്ള സംഘർഷങ്ങൾ, അന്വേഷണത്തിന്റെ നിയമപരമായ വശങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇവയെല്ലാം നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും അന്വേഷണം തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സത്യത്തിനു വേണ്ടി പോരാടുന്നത് എത്ര പ്രധാനമാണെന്ന് ആരോൺ ഫ്രേസർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 3 വയസ്സുകാരന്റെ മനസ്സിലേറ്റ മുറിവാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.